ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിനയ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്വിച്ച് കമ്പനിയാണ്. വിനയ് സ്വിച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, എൻ്റെ ഒരു പേരിൽ തന്നെ നമുക്കൊരു വളരെയധികം കേട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ റേറ്റിങ്ങിലുള്ള, വളരെ കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു കമ്പനിയാണ് വിനയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം റേഞ്ചിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ രീതിയിലുള്ള വിലയ്ക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വിനയ് സ്വിച്ചസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, വില കുറയ്ക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന കേസുകളും വളരെ കുറവായിരിക്കും. അപ്പോൾ വിനയ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് തീരെ കുറഞ്ഞ ഇലക്ട്രിക്കൽ പവേഴ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ബിൽഡിംഗ് സ്ട്രക്ചർ വേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിലും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വിനയ് സ്വിച്ചസ് ആൻഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന സ്വിച്ചുകളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആവശ്യത്തിന് വളരെ ബേസിക് ആയിട്ട് വരുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണോ അത് ഉപയോഗിച്ചിട്ടാണ് അവർ സ്വിച്ച് ഗിയേഴ്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള LEC എന്ന് പറയുന്നൊരു കമ്പനി. LEC എന്ന് പറയുന്ന കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വിച്ചസ് ആണ് അവർ ചെയ്യുന്നത്. അത് അത്ര വലിയ കൂടിയ സ്വിച്ചുകളൊന്നുമല്ല. ഇതുപോലെ തന്നെ തീരെ കുറഞ്ഞ ഒരു റേഞ്ചിൽ വരുന്ന, ഒരു മീഡിയത്തിന് താഴെ വരുന്ന റേഞ്ചിലുള്ള സ്വിച്ചുകളാണ് LECൻ്റെ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത്. അത്ര വലിയ ക്വാളിറ്റി പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 to 4 റേഞ്ച് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വിച്ചുകൾ, ഒരു ബേസിക് ലെയർ സ്വിച്ചുകളാണ് LEC ഉപയോഗിക്കുന്നത്, LECനുള്ളത്. അപ്പോൾ ഈ LEC എന്ന് പറയുന്ന കമ്പനി നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മീഡിയം റേഞ്ചിന് താഴെ വരുന്ന ഒരു ക്വാളിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ്. അടുത്താണ് നമ്മൾ പണ്ട് തൊട്ട് കേട്ടിട്ടുള്ള വിപ്രോ എന്ന് പറയുന്ന കമ്പനി. വിപ്രോ എന്ന് പറയുന്ന കമ്പനിക്കും വാസ്തവത്തിൽ സ്വിച്ചുകളുണ്ട്. നല്ല ക്വാളിറ്റി സ്വിച്ചുകൾ തന്നെയാണ് വിപ്രോ ഇറക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഇഷ്ടംപോലെ തരത്തിലുള്ള ഫെസിലിറ്റികളുള്ള സ്വിച്ചുകളും അവർ ഇറക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ്, റിമോട്ട് കൺട്രോൾഡ്, അതുപോലെ തന്നെ മൊബൈൽ കൺട്രോൾഡ്, അങ്ങനെ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ, സ്വിച്ച് പ്രോഡക്റ്റുകൾ വിപ്രോയ്ക്കുണ്ട്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ ഒരു ജനറൽ മാർക്കറ്റിൽ ഈ സാധനങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ടൈമർ കൺട്രോൾഡ് സ്വിച്ചുകൾ, കമ്പ്യൂട്ടർ കൺട്രോൾഡ് സ്വിച്ചുകൾ, അങ്ങനെ നെറ്റ് കൺട്രോൾഡ് സ്വിച്ചുകൾ, അങ്ങനെ ഇഷ്ടംപോലെ ഡിവൈസുകൾ ശരിക്കും പറഞ്ഞാൽ വിപ്രോയ്ക്കുണ്ട്. ഇഷ്ടംപോലെ മോഡലുകളും ഉണ്ട് അവർക്ക്. അതിനെ ഒരു ക്വാളിറ്റി, മിനിമം ക്വാളിറ്റി അവർ അഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിപ്രോയുടെ ഒരു പ്രത്യേകത. അറിയാമല്ലോ, വിപ്രോ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടുതൊട്ടേ കേട്ടുള്ള കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ അവർ ഈ പറയുന്ന സ്വിച്ച് ഗിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, സ്വിച്ചുകളിൽ ക്വാളിറ്റി യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിപ്രോയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജനറൽ മാർക്കറ്റിൽ ഇത് കൊണ്ടുവന്ന് വിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാര്യം വില കൂടുതലാണ്. അപ്പോൾ അങ്ങനൊരു പ്രധാന പ്രശ്നമാണ് അതിനെ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബെസ്റ്റ് നമ്പർ 1 ആയിട്ടുള്ളതൊക്കെ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു സ്വിച്ചാണ് വിപ്രോ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 4 വോളിയത്തിലും മൊത്തം പറഞ്ഞിരിക്കുന്ന സ്വിച്ചുകൾ 12 സ്വിച്ചുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 12 സ്വിച്ചുകൾ കൂടാതെ ഇപ്പോൾ നമ്മളൊരു 3 സ്വിച്ചിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.